IEO ഫിസിക്സിലെ മൂന്നാമത്തെ മൊഡ്യൂളാണ് അക്വസ്റ്റിക്സ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കാം. നമുക്കറിയാം അക്വസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് സൗണ്ടിനെ പറ്റി പഠിക്കുന്നതാണ്. അത് അക്വസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് അക്വസ്റ്റിക് എന്ന് പറഞ്ഞ വാക്കുണ്ടായത്. സ്റ്റഡി ഓഫ് സൗണ്ട്, അതായത് സൗണ്ടിൻ്റെ പ്രൊപ്പഗേഷൻ, ജനറേഷൻ, ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നതാണ് സൗണ്ട്. സൗണ്ട് എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള വേവ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുമ്പോൾ ലൈറ്റ് വേവ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. സൗണ്ട് വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുക പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് പാരലലി ആയിരിക്കും. അപ്പോൾ സൗണ്ട് എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സ് വേവാണ്. നമ്മളിവിടെ സൗണ്ടിനെ പറ്റിയാണ് പഠിക്കുന്നത്. സൗണ്ട് എന്ന് പറയുന്നത് കംപ്രഷൻ ആൻഡ് റെയറിഫാക്ഷൻ വഴിയാണ്. അതായത് പ്രഷർ വേരിയേഷൻ മൂലമാണ് സൗണ്ട് ജനറേറ്റ് ആവുന്നത്. അതായത് പ്രഷർ ഹൈ ഉള്ള കംപ്രഷൻ, പ്രഷർ ലോ ഉള്ള റെയറിഫാക്ഷൻ, ഇതൊക്കെ ചേർന്നതാണ് സൗണ്ട് വേവ്. ഇനി സൗണ്ട് വേവിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് പ്രഷർ ആംപ്ലിറ്റ്യൂഡ്. അതെന്താണെന്ന് നോക്കാം. ദ മാക്സിമം ഡീവിയേഷൻ ഓഫ് പ്രഷർ ഇൻ കംപ്രഷൻ ആൻഡ് റെയറിഫാക്ഷൻ ഫ്രം ദ ആംബിയൻറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് നോൺ ആസ് പ്രഷർ ആംപ്ലിറ്റ്യൂഡ്. അതായത് പ്രഷർ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ സൗണ്ട് സംസാരിക്കുമ്പോൾ, അതായത് സൗണ്ട് വേവ്സിന് ട്രാവൽ ചെയ്യാനായിട്ട് ഒരു മീഡിയം വേണം. അപ്പോൾ സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുന്നത് കംപ്രഷൻ ആൻഡ് റെയറിഫാക്ഷൻ വഴിയാണ്. അപ്പോൾ അതൊരു പ്രഷർ ആംപ്ലിറ്റ്യൂഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സൗണ്ട് വേവിനെ ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ ഇങ്ങനെ പറയാം. ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈക്വൽ ടു എ കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി. അതായത് സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണത്. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് പ്രഷർ പി എന്ന് പറയുന്നത് എ ബി കെ കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി. ഇനി ഇതിൽ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി പാർട്ടിക്കിളാണ്. കെ എന്ന് പറയുന്നത് വേവ് വെക്ടറാണ്. എ എന്ന് പറയുന്നത് പാർട്ടിക്കിളിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അത് കെ എന്ന് പറയുന്ന വേവ് വെക്ടർ 2π/λ. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി. ബി എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ഓഫ് മീഡിയം. അപ്പോൾ ഈ ഇക്വേഷനെ ഇൻസ്റ്റൻറ്റേനിയസ് പ്രഷറിനെ P = P0 കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് എഴുതാം. അവിടെ P0 എന്ന് പറയുന്നത് ABK ആണ്. ഈ P0 ആണ് പ്രഷർ ആംപ്ലിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്നത്. അതായത് ദ മാക്സിമം ഡീവിയേഷൻ ഓഫ് പ്രഷർ ഇൻ കംപ്രഷൻ ആൻഡ് റെയറിഫാക്ഷൻ ഫ്രം ദ ആംബിയൻറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതിനെയാണ് പ്രഷർ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതാണ് സൗണ്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.